ഹായ് ഓൾ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. ഇത്തവണത്തെ ISL ആരംഭിക്കുകയാണ്. ഈ മാസം 14-ാം തീയതി നടക്കുന്ന ആദ്യ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലാണ് ഏറ്റുമുട്ടുക. പക്ഷേ ഈ മത്സരങ്ങൾ എവിടെ തത്സമയം വീക്ഷിക്കാൻ സാധിക്കും? അതാണ് ആരാധകർക്ക് അറിയേണ്ടത്. ആർക്കായിരിക്കും ടെലികാസ്റ്റിംഗ് റൈറ്റ്സ് ലഭിക്കുക എന്നുള്ളത് ആരാധകർ ഉറ്റുനോക്കുന്ന കാര്യമാണ്. നേരത്തെ തന്നെ ഇതിനു വേണ്ടിയുള്ള ടെൻഡർ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ വിളിച്ചിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ ഈ സംപ്രേക്ഷണ അവകാശം ഏറ്റെടുക്കാൻ വേണ്ടി ഒരുപാട് കമ്പനികൾ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് ബിഡുകൾ ലഭിച്ചു കഴിഞ്ഞു എന്നുള്ള ശുഭകരമായ ഒരു വാർത്തയാണ് ഇന്നലെ പുറത്തേക്ക് വന്നിട്ടുള്ളത്. ആശിഷ് നേഗി, മാർക്കസ് മർഗുലാവോ എന്നിവരൊക്കെ ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രധാനമായും 4 ബിഡുകളാണ് ലഭിച്ചിട്ടുള്ളത്. അതിലൊന്ന് ജിയോ സ്റ്റാർ തന്നെയാണ്. അതായത് ഇത്തവണത്തെ ISL സംപ്രേക്ഷണം ചെയ്യാൻ ഇപ്പോൾ ജിയോക്ക് താല്പര്യമുണ്ട്. അവർ ബിഡ് നൽകിയിട്ടുണ്ട്. കൂടാതെ ABP നെറ്റ്വർക്ക് ബിഡ് നൽകിയിട്ടുണ്ട്. കൂടാതെ ഫാൻ കോഡ് അവരും ഇപ്പോൾ ആ ഒരു ബിഡ് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. കൂടാതെ UK ബേസ്ഡ് ഏജൻസിയാണ് 2 സർക്കിൾസ്. അവർക്കും ഇത്തവണത്തെ ISL സംപ്രേക്ഷണം ചെയ്യാൻ താല്പര്യമുണ്ട്. അങ്ങനെ പ്രധാനമായും 4 ബിഡുകൾ ഇതിനോടകം തന്നെ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് ലഭിച്ചു കഴിഞ്ഞു എന്നാണ് ആശിഷ് നേഗി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ 11 മണിയോടുകൂടി ഈ ബിഡുകൾ ഓപ്പൺ ആവും. അതിനുശേഷമാണ് ഇക്കാര്യത്തിൽ ഒരു തീരുമാനം വരിക. ഏതായാലും ഏറ്റവും നല്ല ബിഡ് ആരുടേതാണോ അവരായിരിക്കും വിജയിക്കുക. അവർക്കായിരിക്കും ഈ ഒരു റൈറ്റ്സ് ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നൽകുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തെന്നാൽ ഒരുപാട് ടീമുകൾക്ക് ഇത്തവണത്തെ ISL സംപ്രേക്ഷണം ചെയ്യാൻ താല്പര്യമുണ്ട് എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലാണ് ജിയോ സ്റ്റാർ ഈ ഒരു ബിഡ് നൽകിയത് എന്ന് കൂടി അറിയാൻ സാധിക്കുന്നുണ്ട്. ഇനി ആർക്കായിരിക്കും ഇതിന്റെ ഒരു റൈറ്റ്സ് ലഭിക്കുക എന്നുള്ളത് അറിയാനുള്ള കാത്തിരിപ്പിലാണ് ആരാധകർ. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്ത ടീമായി വീണ്ടും കാണാം.